പ്രേക്ഷകർക്ക് സിനിമ കാണുന്നത് എളുപ്പമാകാൻ തുടങ്ങിയത് OTT റിലീസുകൾക്ക് ശേഷമാണ്. തിയേറ്ററുകളിൽ പോകാൻ പറ്റാത്തവർക്ക് പോലും വീട്ടിലിരുന്ന് തന്നെ സിനിമ കാണാനുള്ള അവസരമൊരുക്കുകയാണ് OTT പ്ലാറ്റ്ഫോമുകൾ. 2024 എന്ന വർഷത്തിൽ നിരവധി OTT റിലീസുകൾ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം മോസ്ലർ മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു. ജയറാം കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടിയും ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു അന്വേഷണത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ട്വിസ്റ്റുകൾ ധാരാളമുള്ള ഒരു ചിത്രം കൂടിയാണ് ഇത്. Disney+ ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു ഈ ചിത്രം റിലീസായത്. രാഹുൽ സദാശിവൻ സംവിധാനം നിർവഹിച്ച ഭ്രമയുഗവും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. വ്യത്യസ്ത പശ്ചാത്തലവും അതിലുപരി വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായിരുന്നു സിനിമയുടെ സവിശേഷതയായി എടുത്തു പറയേണ്ടത്. സോണി ലീവിലൂടെയായിരുന്നു ഭ്രമയുഗം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശമായിരുന്നു മറ്റൊരു മികച്ച OTT റിലീസ് ചിത്രം. രംഗൻ എന്ന കഥാപാത്രത്തെയും അയാളുടെ കൂട്ടുകാരെയും പ്രേക്ഷകർ ഏറ്റെടുത്തത് ഈ വർഷമായിരുന്നു. ആക്ഷൻ കോമഡി ചിത്രമായ ആവേശം സംവിധാനം ചെയ്തത് ജിത്തു മാധവനായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോയിലൂടെയായിരുന്നു ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ ആയിരുന്നു നായകനായി എത്തിയത്. ഈ ചിത്രം സോണി ലീവിലൂടെയായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. Disney+ ഹോട്ട്സ്റ്റാർ വഴി റിലീസായ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സുഭാഷിന്റെ കഥ പറഞ്ഞ മഞ്ഞുമൽ ബോയ്, സച്ചിൻ റീനു എന്നിവരെ പരിചയപ്പെടുത്തിയ പ്രേമലു ഇവ രണ്ടും Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്തത്. ബ്ലെസി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെയായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞ വാഴ Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത്. മണിയൻ, അജയൻ, കുഞ്ഞിക്കേളു എന്നീ 3 കഥാപാത്രങ്ങളിലൂടെ വന്ന പ്രേക്ഷകരെ ഞെട്ടിച്ച ടൊവിനോ തോമസ് ചിത്രമായിരുന്നു ARM. ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ചിത്രം Disney+ ഹോട്ട്സ്റ്റാറിലൂടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ആസിഫ് അലി എന്ന നടന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച കിഷ്കിന്ദ കാണ്ഡവും Disney+ ഹോട്ട്സ്റ്റാർ വഴി തന്നെയാണ് റിലീസ് ചെയ്തത്. അപർണ ബാലമുരളിയായിരുന്നു സിനിമയിൽ നായികാവേഷത്തിലെത്തിയത്. ജ്യോതിർമയി എന്ന നടിയുടെ കംബാക്ക് ചിത്രമായ ബൊഗെയ്ൻവില്ല പ്രേക്ഷകർക്ക് കാണിച്ചു തന്നത് സോണി ലീവിലൂടെയായിരുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അമൽ നീരദാണ്. ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു ബൊഗെയ്ൻവില്ല. അങ്ങനെ ഈ വർഷം ഓർത്തുവെക്കാൻ കുറേയേറെ നല്ല മികച്ച ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. തിയേറ്ററിലും OTTയിലും ഒരുപോലെ പ്രേക്ഷകർ സ്വീകരിച്ച ഈ സിനിമകളാണ് 2024 ബെസ്റ്റ് OTT റിലീസുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.